ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതേ ഒരു കുക്കീസാണ്. സിമ്പിളായിട്ടൊരു കുക്കീസ്. നമുക്ക് കുട്ടികൾക്ക് വരെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. എഗ്ലെസ് ആയിട്ടുള്ള കുക്കീസ് കുറച്ച് പേര് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. മുട്ട ആഡ് ചെയ്യുന്നില്ല ഞാനിവിടെ. ആദ്യമായി തന്നെ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 2 നുള്ള് ഉപ്പ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യമൊന്നും അരിക്കണ്ട. കുക്കീസാണിത്, കേക്കല്ല. കേക്കിന് മാത്രം നമ്മൾ 3 പ്രാവശ്യം അരിച്ചു കൊടുത്താൽ മതി. ഇത് 1 പ്രാവശ്യം അരിച്ചാൽ മതി. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വിസ്കില്ലെങ്കിൽ സ്പൂൺ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കുക്കീസ് ബേക്ക് ചെയ്യാനായിട്ടുള്ള ട്രേ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇതൊരു 15 ഇഞ്ച് നീളവും ഒരു 11 ഇഞ്ച് വീതിയുമുള്ള ഒരു ട്രേ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ബേക്കിംഗ് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അമുലിന്റെ അൺസോൾട്ടഡ് ബട്ടർ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ബട്ടർ എടുക്കുമ്പോൾ ഏത് ബ്രാൻഡ് ആയാലും പ്രശ്നമില്ല, പക്ഷേ അൺസോൾട്ടഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. 80 ഗ്രാംസ് ആണ് എടുക്കേണ്ടത്. ഏകദേശം ഇത്രയും വരും. വെയിങ് സ്കെയിൽ ഉണ്ടെങ്കിൽ അതിലൊന്ന് അളന്നിടുക. ഇനി ഈ ബട്ടറിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇനി ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബീറ്റർ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഹാൻഡ് വിസ്ക് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് സ്മൂത്തായി വന്നോളും. ആ ബട്ടറും ഷുഗറും കൂടെ അങ്ങ് മിക്സായി വരുമ്പോൾ തന്നെ സ്മൂത്ത് ആവും. ഇനി 1 ടീസ്പൂണ് വാനില എസൻസ് ഇട്ട് കൊടുക്കാം. എസൻസ് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പൊടി കുറേശ്ശെയായിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഹാൻഡ് വിസ്ക് മാറ്റിയിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിന് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂണ് പാലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കീസ് ആയത് കാരണം അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നിയാൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അതിനെ മയപ്പെടുത്താം. ഇച്ചിരി മയം കൂടി പോയെങ്കിലും കുറച്ച് മൈദ ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ കേക്കിന് അത് പറ്റില്ല. കറക്റ്റ് മെഷർമെന്റ് തന്നെ നമ്മൾ എടുക്കേണ്ടി വരും. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ തന്നെ ഇതിനെ ബോളാക്കി നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കതിനെ ഉരുട്ടാം. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിന് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ബോളായിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തന്നെ ബേക്കിംഗ് ട്രേയിലോട്ട് വെക്കാം. ഇതിനെ മൊത്തത്തിൽ ബോളാക്കിയിട്ട് നമുക്ക് ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ ഷേപ്പാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഷേപ്പ് പോലെ ഇങ്ങനെ വരും, ഒരു ഡിസൈൻ പോലെ. അങ്ങനെ എല്ലാത്തിലും അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. 180 ഡിഗ്രി 10 മിനിറ്റ്സ് പ്രീ ഹീറ്റായ നമ്മുടെ ബേക്കിംഗ് ഓവനിലേക്ക് ഇതിനെ ഒന്ന് വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് ആണ് ബേക്കിംഗ് ടൈം എടുക്കുന്നത്. 180 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ കുക്കീസ് എല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ കുക്കീസൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ്. അതിൻ്റെ പുറംവശം എല്ലാം നല്ല മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ഇത് ടേസ്റ്റ് ചെയ്യുന്നില്ല.
ഞാൻ താഴേക്കൊന്ന് ഇറങ്ങിയാണ്. നമ്മുടെ ബിൽഡിങ്ങിലുള്ള കുറേ കുട്ടികൾ ഈ സമയത്ത് ഇവിടെ കളിക്കാനുണ്ടാവും. അവർക്ക് തന്നെ കൊടുത്ത് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. ആഹാ, കുട്ടികൾ മാത്രമല്ല, നമ്മുടെ ഷെറിൻ ചേച്ചി മോളി ആൻറ്റി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. വലിയ കുട്ടികൾക്കൊക്കെ ബോർഡ് എക്സാം ആയത് കാരണം അവരാരും ഇറങ്ങിയിട്ടില്ല. എന്തായാലും മോളി ആൻറ്റിക്കും ഷെറിൻ ചേച്ചിക്കും കുട്ടികൾക്കും കുക്കീസ് വളരെ ഇഷ്ടമായി. ബട്ടറിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പിയാണ് എന്നൊക്കെ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു. അങ്ങനെ അവരുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴുണ്ട് നമ്മുടെ സാമൂലേട്ടൻ വരുന്നു. ഞങ്ങളുടെ സെക്യൂരിറ്റി ആണേ. ചേട്ടനും കൊടുത്തു. എങ്ങനെയുണ്ടെന്ന് ചേട്ടനോട് അഭിപ്രായം ചോദിച്ചപ്പം ചേട്ടൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, സംഭവം കൊള്ളാം, പക്ഷെ ഡെയിലി ഇതുപോലെ ഓരോന്ന് തരണമെന്ന് പറഞ്ഞു. നമ്മളുണ്ടാക്കി മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുമ്പോഴല്ലേ അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ കുക്കീസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈസി ആയിട്ട് കുട്ടികൾക്ക് വരെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. Please like, share and subscribe. Thank you for watching. Bye.